തുടരുന്നു ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന വിധം. ഇന്ന് സന്ധ്യയ്ക്ക് നാട്ടിൽ നിന്ന് ഡോക്ടർ അശോകൻ വന്നിരുന്നു. ഇത് 2ാം തവണയാണ് അശോകൻ ആശുപത്രിയിലേക്ക് എന്നെ കാണാൻ വരുന്നത്. അശോകൻ കൊണ്ടുവന്നതാണ് ഈ നാടൻ നെല്ലിക്കകൾ. നെല്ലിക്കാപ്പൊതി മേശപ്പുറത്ത് വെച്ച് അശോകൻ പറഞ്ഞു, "MB, ദിവസവും 4 or 5 നെല്ലിക്കകൾ കഴിക്കുക. നിന്റെ സകല അസുഖങ്ങളും പമ്പ കടക്കും." അശോകൻ കൊണ്ടുവന്ന നെല്ലിക്കകളിൽ ചിലതെടുത്ത് വല്യേട്ടൻ ചൂടുള്ള വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ചെറു അല്ലികളാക്കി അടർത്തിയെടുത്ത് എൻ്റെ ബെഡിൽ കൊണ്ടുവന്ന് വെച്ചു തന്നു. മാസ്ക് അഴിച്ചു മാറ്റി അതിൽ നിന്നൊരു കഷ്ണമെടുത്ത് ഞാൻ വായിൽ വെച്ച് ചവച്ചു. ഒരു ചെറു കഷ്ണം വാഴയുടെ ഉണ്ണിപ്പിണ്ടി ചവച്ചരച്ചതുപോലെ തോന്നി എനിക്ക്. വായിലെ രസമുള്ളങ്ങളുടെ സംവേദനക്ഷമത നഷ്ടപ്പെട്ടിട്ട് 2-2.5 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നെല്ലിക്കയുടെ പുളിയോ ചവർപ്പോ മധുരമോ തിരിച്ചറിയാനാകാതെ വിഷണ്ണനായ എൻ്റെ മുഖം കണ്ടപ്പോൾ അശോകൻ പറഞ്ഞു, "സാരല്യ MB, നെല്ലിക്ക മുടങ്ങാതെ കഴിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം താനെ ശരിയായിക്കൊള്ളും." അപ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇനി എന്നും മുടങ്ങാതെ നെല്ലിക്ക കഴിക്കണം. നെല്ലിക്കയുടെ പുളിയും ചവർപ്പും മധുരവും തിരിച്ചറിയാൻ തുടങ്ങുന്നതിലൂടെ, പോയ രുചികൾ നാവിൻ തുമ്പിൽ തിരിച്ചു വരാൻ തുടങ്ങുന്നതിലൂടെ എനിക്ക് സ്വയം എൻ്റെ രോഗാവസ്ഥയുടെ പുരോഗതി വിലയിരുത്താൻ സാധിക്കുമല്ലോ. അശോകൻ യാത്ര പറഞ്ഞ് വല്യേട്ടനെയും കൂട്ടി താഴെ ഇറങ്ങിയപ്പോൾ മുറിയിൽ ഞാൻ തനിച്ചായി. ഈയിടെയായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആശുപത്രി കിടക്കയിലെ വെളുത്ത വിരിയിലും വെളുത്ത തലയിണക്കവറിലും കൊഴിഞ്ഞു പതിഞ്ഞു കിടക്കുന്ന തലമുടികളുടെ എണ്ണം കൂടിക്കൂടി വരാൻ തുടങ്ങി. സന്ദേഹത്തോടെ തലയിൽ കൈതൊട്ടു നോക്കിയപ്പോൾ ചകിരിനാരുപോലെ കരുത്തുണ്ടായിരുന്ന മുടിയിഴകൾ കനം കുറഞ്ഞ് പഞ്ഞിരോമം പോലെ മൃദുലമായിരിക്കുന്നത് വ്യസനത്തോടെ ഞാൻ അറിഞ്ഞു. തലമുടിയും പുരികവുമെല്ലാം കൊഴിഞ്ഞ് തല തുണി കൊണ്ട് മൂടിയ, തലയിൽ തൊപ്പി വെച്ച, മുഖവും മൂക്കും ഇളം പച്ച നിറമുള്ള മാസ്ക് കൊണ്ട് മൂടിക്കെട്ടിയ, ക്ഷീണിച്ച് മെലിഞ്ഞ ആശുപത്രി ലോബിയിലും ഡോക്ടറുടെ കൺസൾട്ടേഷൻ മുറിയുടെ പുറത്തും തളർന്ന അവശരായിരിക്കുന്ന പല പ്രായത്തിലുള്ള രോഗികളുടെ ദയനീയ ചിത്രങ്ങൾ ഗംഗാധരൻ ഡോക്ടറെ ആദ്യമായി കാണുവാൻ വന്ന ദിവസം തന്നെ എൻ്റെ മനസ്സിൽ ഭീതിയോടെ കയറിക്കൂടിയിരുന്നു. കീമോതെറാപ്പി തുടങ്ങിയ നാൾ മുതൽ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും 6-7 കീമോതെറാപ്പി കഴിയുന്നതുവരെ കാര്യമായ മുടികൊഴിച്ചിലില്ലാതിരുന്നതിനാൽ ഞാൻ ആശ്വസിച്ചിരിക്കുകയായിരുന്നു. സാധാരണയായി കീമോ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 ആഴ്ചകൾക്കുള്ളിൽ തലമുടി കൊഴിയാൻ തുടങ്ങുമത്രേ. രോഗിക്ക് പിടിപെട്ട അർബുദത്തിനനുസരിച്ചും രോഗം ആരംഭിച്ച് പിന്നിട്ട ഘട്ടങ്ങൾക്കനുസരിച്ചും ചികിത്സയ്ക്കായി ഡോക്ടർ തിരഞ്ഞെടുക്കുന്ന കീമോ മരുന്നനുസരിച്ചും രോഗിയുടെ പ്രായവും മറ്റു ശാരീരിക അവസ്ഥകളും അനുസരിച്ചും മുടികൊഴിച്ചിലിൻ്റെ സാധ്യതകളിലും തോതിലും വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. കീമോ മരുന്നുകൾ ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനത്തെ തടയുകയോ നശിപ്പിക്കുകയോ ആണല്ലോ ചെയ്യുന്നത്. പ്രധാനമായും അർബുദ കോശങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന കീമോ മരുന്നുകൾ ശരീരത്തിലെ അസുഖമില്ലാത്ത സാധാരണ ജീവകോശങ്ങളെയും വെറുതെ വിടുന്നില്ലല്ലോ. പ്രധാനമായും അവ രോമകൂപങ്ങളിലെ കോശങ്ങളെ ബാധിക്കുന്നതിനാൽ മുടി കനം കുറയുന്നതിനും വേഗത്തിൽ പൊട്ടിപ്പോകുന്നതിനും കൊഴിഞ്ഞു പോകുന്നതിനും കാരണമാകുന്നു എന്ന് പറയുന്നു. വായിലെയും അന്നനാളത്തിലെയും കുടലുകളിലെയും ശ്ലേഷ്മസ്തരങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഓക്കാനവും ഛർദിയും വിശപ്പില്ലായ്മയും കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങളായി ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ കീമോ ചികിത്സയുടെ ഭാഗമായി കൊഴിഞ്ഞു പോകുന്ന മുടിയും മറ്റു ശരീരഭാഗങ്ങളിലെ രോമങ്ങളും ചികിത്സ നിലനിർത്തി 3 മുതൽ 10 മാസങ്ങൾക്കുള്ളിൽ കൂടുതൽ കരുത്തോടെ ആരോഗ്യത്തോടെ ഭൂരിഭാഗം രോഗികളിലും തിരിച്ചു വരുന്നതായി കേട്ടിട്ടുണ്ട്. വെളുത്ത ബെഡ്ഷീറ്റിൽ നിന്നും തലയിണ കവറിൽ നിന്നും പെറുക്കിയെടുത്ത് നിവർത്തിപ്പിടിച്ച ഇടത്തെ ഉള്ളം കൈയിൽ വെച്ചിരിക്കുന്ന തലമുടികളെ നോക്കി നിർവികാരതയോടെ ഞാനിരുന്നു. ഉൾക്കനമുള്ള കരുത്തുറ്റ എണ്ണക്കറുപ്പുള്ള നീളൻ തലമുടി ഒരു സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. തോളറ്റം മുടി നീട്ടി വളർത്തിയ ഹിപ്പി കട്ടും അതിന് സ്വല്പം മുകളിൽ കയറി നിൽക്കുന്ന സ്റ്റെപ്പ് കട്ടും
ഫാഷനായിരുന്ന 80കൾ. വെള്ളിത്തിരയിലെ നായകന്മാരും കോളേജ് വിദ്യാർത്ഥികളും മുടി നീട്ടി ഹിപ്പി കട്ടും സ്റ്റെപ്പ് കട്ടുമായി വിലസി നടന്നിരുന്ന ഒരു കാലഘട്ടം. മണികിലുക്കി മറഞ്ഞുപോയ കൗമാരം, സൈക്കിൾ ചവിട്ടി കറങ്ങി നടന്ന നാട്ടുവഴികൾ. ഇയാളുടെ മുടിക്ക് നല്ല തിക്കുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ആദ്യമായി മുടി നീട്ടി സ്റ്റെപ്പ് കട്ടിലേക്ക് മാറുന്നത്. തോളറ്റം വരെ നീണ്ട് ചീകിയൊതുക്കാതെ അലസമായി കിടക്കുന്ന എൻ്റെ മുടിക്ക് ആദ്യമായി കിട്ടിയ നല്ല വാക്കുകൾ. ഓർമ്മകളിൽ മിന്നിമറയുന്ന ഒരു മൂക്കുത്തിക്കല്ലിൻ്റെ തിളക്കം. ഉള്ളം കൈയിൽ പെറുക്കിയെടുത്ത തലമുടി നാരുകൾ വല്യേട്ടൻ തന്ന ഒരു കടലാസ് കഷ്ണത്തിൽ പറന്നു പോകാതെ പൊതിഞ്ഞു വെച്ചു. വേസ്റ്റ് ബോക്സിലേക്ക് അത് കൊണ്ടുപോയി ഇടാനായി വല്യേട്ടൻ വന്ന് കൈനീട്ടിയപ്പോൾ എന്തോ ആ പൊതി കൊടുക്കുവാൻ ഒരു വിഷമം തോന്നി. ഹൃദയത്തിൽ മന്ദാരതലങ്ങൾ അപ്പോഴും പൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. മനസ്സിൽ ഒരു മൂക്കുത്തിക്കല്ലിൻ്റെ തിളക്കം അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ലേക്ക് ഷോർ ആശുപത്രിയിലെ 501 നമ്പർ മുറിയിലെ ടോയ്ലറ്റിൽ പോയി നിരാശനായി ഞാൻ മടങ്ങി വരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആഴ്ചയിൽ ചുരുങ്ങിയത് 3 തവണയെങ്കിലും കാര്യം സാധിക്കാതെ ഇരുന്നാൽ അതിനെ മലബന്ധം എന്നാണ് ശാസ്ത്രം വിളിക്കുന്നതത്രേ. ഭക്ഷണം ശരിയായി കഴിക്കാൻ സാധിക്കാതായിട്ട് തന്നെ 2-2.5 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആമാശയവും ചെറുകുടലും വൻകുടലും ഉണങ്ങി ഒട്ടിച്ചേർന്ന ഒരു തോന്നലാണ് എനിക്കുണ്ടായിരുന്നത്. എന്തെങ്കിലും അകത്തേക്ക് ചെന്നാലല്ലേ പുറത്തേക്ക് വല്ലതും ഉണ്ടാവൂ, വല്യേട്ടൻ പറയാറുണ്ട്. തീരെയൊന്നും കഴിക്കാൻ സാധിക്കാതെയായപ്പോൾ കുറച്ച് ദിവസങ്ങളായി രക്തത്തിലേക്കിടുന്ന ഗ്ലൂക്കോസ് ട്രിപ്പും കരിക്കിൻ വെള്ളവും മാത്രമായിരുന്നു ശരണം. കൂടെ പ്രോട്ടീൻ പൗഡർ നേരിയ ചൂടുള്ള വെള്ളത്തിൽ കലക്കിയതും. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രോട്ടീൻ പൗഡർ മൂക്കുപൊത്തി പിടിച്ച് കുടിക്കാൻ ശ്രമിക്കും. 1-2 കവിൾ കുടിക്കുമ്പോഴേക്കും ഓക്കാനവും ഛർദിയും വന്ന് നിർത്തിവെക്കേണ്ടതായി വരും. വല്യേട്ടൻ താഴെ ആശുപത്രി ഗേറ്റിന് മുന്നിലുള്ള പെട്ടിക്കടയിൽ നിന്നും കരിക്കിൻ വെള്ളം ഫ്ലാസ്കിൽ വാങ്ങിക്കൊണ്ടുവരും. എന്നാൽ കരിക്കിൻ വെള്ളത്തിൻ്റെ രുചി പോലും ഈ ദിവസങ്ങളിൽ എൻ്റെ മനം മടുപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് കരിക്കിൻ വെള്ളത്തിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് നേർപ്പിച്ചായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പതിവ് തെറ്റിക്കാതെ എല്ലാ ദിവസവും രാവിലെ ഞാൻ ടോയ്ലറ്റിൽ പോയിരിക്കും. അടിവയറ്റിൽ നിന്ന് തുടങ്ങുന്ന വേദന താഴേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു വിങ്ങലായി നീറി നിൽക്കും. കുറേയേറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം വിയർത്ത് തളർന്ന് നിരാശനായി എഴുന്നേൽക്കും. ടോയ്ലറ്റിൻ്റെ ചുമരുകളിൽ കൈകൊണ്ട് താങ്ങി ഒരു കണക്കിന് പുറത്തു കടന്നാൽ പതിയെ വല്യേട്ടൻ പിടിച്ച് കിടക്കയിൽ കൊണ്ടുപോയി ഇരുത്തും. പിന്നെ പതുക്കെ ഒരു വശം ചെരിഞ്ഞു കിടക്കും. ഇതും കീമോതെറാപ്പിയുടെ ഒരു പാർശ്വഫലമാണല്ലോ. കീമോതെറാപ്പികളെല്ലാം കഴിയുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം നേരെയായിക്കൊള്ളും, ഞാൻ ആശ്വസിക്കും. പല അർബുദ രോഗികളിലും കീമോതെറാപ്പിയുടെയും റേഡിയേഷൻ്റെയും ഫലമായി മലബന്ധം അനുഭവപ്പെടാറുണ്ടത്രേ. ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഡോസും ആവർത്തന ഇടവേളകളും അനുസരിച്ച് മലബന്ധത്തിൻ്റെ സാധ്യതകളും തീവ്രതയും വ്യത്യാസപ്പെടാമെന്നും പറയപ്പെടുന്നു. പല വേദനാ സംഹാരികളും ഉറക്കമരുന്നുകളും ബോധം കെടുത്തുന്നതിനായി ഉപയോഗിക്കുന്ന പല മരുന്നുകളും മൂത്രതടസ്സം നീക്കുന്നതിനായി കൊടുക്കുന്ന മരുന്നുകളും ഇരുമ്പുസത്ത് അടങ്ങിയ പല വിറ്റാമിനുകളും അർബുദ രോഗികളിൽ വിരേചന പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന പേശികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുമത്രേ. ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുവാനും നാരുകളടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുവാനും അനുപമ ഡോക്ടർ വന്നപ്പോൾ സ്നേഹത്തോടെ ഉപദേശിച്ചിട്ട് പോയി. കുടലിലെ നിർജ്ജലീകരണം തടയുവാൻ ധാരാളം വെള്ളവും കരിക്കിൻ വെള്ളവും കുടിക്കുവാനും പറഞ്ഞു. വേവിക്കാത്ത പച്ചക്കറികളും പാതി വേവിച്ച പച്ചക്കറികളും ധാരാളം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ചെറു കഷ്ണം ക്യാരറ്റോ അല്ലെങ്കിൽ ഒരു തക്കാളിയോ കഴിക്കുമ്പോഴേക്കും ഓക്കാനം വരാൻ തുടങ്ങും. യോഗയും നടത്തവും ചെറു വ്യായാമങ്ങളും ദഹനത്തെയും വിരേചനത്തിന് സഹായിക്കുന്ന പേശികളെയും ഞരമ്പുകളെയും ബലപ്പെടുത്തുകയും ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നത് വഴി മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും തനിയെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത ഈ അവസ്ഥയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പോലുമില്ല. ഇതിൻ്റെ വെറും തോന്നൽ മാത്രമായിരുന്നോ? ഉള്ളിൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ആകാംക്ഷ എനിക്ക് അടക്കി നിർത്താനായില്ല. ഞാൻ വീണ്ടും ഒരു കഷ്ണമെടുത്ത് വായിലിട്ട് അണപ്പല്ലുകൾക്കിടയിൽ വെച്ച് വളരെ മൃദുവായി ഒന്ന് ചവച്ചു.
വല്യേട്ടൻ ഭംഗിയായി കഷ്ണിച്ചു കൊണ്ടുവന്ന പച്ച നെല്ലിക്ക കഷ്ണത്തിൽ നിന്ന് പുറത്തേക്കൊഴുകാൻ വെമ്പൽ കൊണ്ടതുപോലെ നെല്ലിക്ക നീര് എൻ്റെ പല്ലുകൾക്കിടയിലൂടെ നാവിലേക്ക് കിനിഞ്ഞിറങ്ങി. വളരെ വളരെ നേരിയ ഒരു പുളിപ്പ് എൻ്റെ നാവിൽ പടർന്നുവോ? പ്രതീക്ഷകളിൽ എവിടെയോ ഒരു നുറുങ്ങുവട്ടം മിന്നിത്തെളിഞ്ഞുവോ? കുറച്ചു മാസങ്ങളായി എൻ്റെ നാവിൽ നിന്ന് അകന്നുമാറി നിന്നിരുന്ന രുചിഭേദങ്ങളെ തിരിച്ചുവരവിൻ്റെ വിദൂര സാന്നിധ്യം ഞാൻ അറിഞ്ഞു. രാവിലെ ഡോക്ടർ അനുപമ റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നത് പോലുമില്ലെന്നായിരുന്നു എന്നത്തെയും പോലെ വല്യേട്ടൻ്റെ പരാതി. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിലും എപ്പോഴും ഭക്ഷണം കഴിക്കാൻ വല്യേട്ടൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് കാര്യമായൊന്നും കഴിക്കാൻ സാധിക്കാതായപ്പോൾ വല്യേട്ടൻ 2-3 നെല്ലിക്കകളെടുത്ത് കഷ്ണിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ്. ഇന്ന് എനിക്ക് ഒരു പരിപ്പുവട കഴിക്കാൻ ആഗ്രഹം തോന്നി. അത്ഭുതം, ഒരു പരിപ്പുവടയുടെ പകുതിയിലധികം എനിക്ക് കഴിക്കുവാൻ സാധിച്ചിരിക്കുന്നു. അതുകണ്ട് വല്യേട്ടൻ്റെ മുഖം തെളിഞ്ഞു, മനസ്സ് നിറഞ്ഞു. പിന്നെ കുറച്ചു സമയത്തേക്ക് വല്യേട്ടൻ്റെ ഫോണിന് വിശ്രമം കിട്ടിയിട്ടില്ല. ഈ സന്തോഷം അദ്ദേഹം വീട്ടിലേക്കും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. തലച്ചോറിലെ രുചിയെ നിയന്ത്രിക്കുന്ന കേന്ദ്രത്തെയും അനുബന്ധ നാഡീഞരമ്പുകളെയും കൂടുതൽ സംവേദനക്ഷമമാക്കാൻ ശ്രമിക്കണം. നാവിലെ പോയ രുചികളെല്ലാം തിരിച്ചു വരുത്തണം, ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. രാവിലെ അനുപമ ഡോക്ടർ വന്നുപോയതിന് ശേഷം ഉച്ചയ്ക്ക് ഗംഗാധരൻ സാറും റൗണ്ട്സിന് വന്നിരുന്നു. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പതുക്കെ വർദ്ധിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 80,000-ൽ താഴെ മാത്രമായിരുന്ന അവ 2 ലക്ഷത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഹീമോഗ്ലോബിൻ്റെ അളവ് 9-ൽ തന്നെ തട്ടിത്തടഞ്ഞു നിൽക്കുകയാണ്. ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ നിന്ന് ഏറെക്കുറെ പിൻവാങ്ങിയിരിക്കുന്നു. ഇനിയുള്ള കീമോതെറാപ്പികൾക്ക് വീട്ടിൽ നിന്ന് വന്നാൽ മതിയാകും എന്ന് ഗംഗാധരൻ സാർ പറഞ്ഞു. കേസ് ഷീറ്റിൽ അദ്ദേഹം ഡിസ്ചാർജ് എഴുതി വെച്ചു. അങ്ങനെ ചികിത്സയുടെ ഒരു ഘട്ടം പിന്നിടുന്നു. ഇനി ആഴ്ചയിൽ ഒരു ദിവസം ആശുപത്രിയിലേക്ക് കീമോതെറാപ്പിക്ക് വേണ്ടി വന്നാൽ മതിയാകും. രാവിലെ 5 മണി മുതൽ ആരംഭിക്കുന്ന രക്തപരിശോധനകളിൽ നിന്നും ഇഞ്ചക്ഷനുകളിൽ നിന്നും മോചനം ലഭിക്കുവാൻ പോവുകയാണ്. കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങളായി പിന്തുടരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. നാവിലെ രസമുകുളങ്ങൾക്ക് രുചിയറിയാനുള്ള ശേഷി തിരിച്ചു കിട്ടിയാൽ, ശരിയായി ഭക്ഷണം കഴിക്കാൻ സാധിച്ചു തുടങ്ങിയാൽ ബാക്കിയെല്ലാം തിരിച്ചു പിടിക്കാവുന്നതേയുള്ളൂ. ക്ഷീണിച്ച് എല്ലും തോലുമായി ചുരുങ്ങിയ ശരീരം ചോരയും നീരും മാംസവും കൊണ്ട് നിറയ്ക്കണം. ഏകദേശം 5 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്ന് ഒരു ടാക്സി ഏർപ്പാടാക്കി വല്യേട്ടനും ഞാനും വീട്ടിലേക്ക് തിരിച്ചു. ആശുപത്രിവാസത്തിൻ്റെ ഒരു നീണ്ട അധ്യായം അങ്ങനെ അവിടെ അവസാനിക്കുകയാണ്. ഇനി കുറച്ചു കാലത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം കീമോതെറാപ്പിക്ക് വരുന്ന, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ചെക്കപ്പിന് വരുന്ന അനേകമായിരം രോഗികളിൽ ഒരാളായി അങ്ങനെ ഞാനും മാറി. ആശ്വാസത്തോടെ കാറിൻ്റെ പിൻസീറ്റിലേക്ക് ഞാൻ ചെരിഞ്ഞു കിടന്നു. കുറച്ച് ദിവസങ്ങളായി പുറംകൈയിൽ പിടിപ്പിച്ചു വെച്ചിരുന്ന ഇൻഫ്യൂഷൻ സെറ്റ് അടർത്തി മാറ്റിയ ഭാഗം ചർമ്മം വിളറി വെളുത്ത് വേറിട്ട് നിൽക്കുകയാണ്. 2 കൈമടക്കുകളിലും രാവിലെയും വൈകിട്ടും പരിശോധനയ്ക്കായി രക്തം കുത്തിയെടുത്തതിൻ്റെ പാടുകൾ തിണർത്ത് പൊങ്ങിക്കിടക്കുന്നു. ഞാൻ പതുക്കെ പുറംകൈകളിലും കൈമടക്കുകളിലും തലോടി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ആദ്യമായി പ്രദീപിനോടൊപ്പം പോയ രംഗം മുതൽ പല ചിത്രങ്ങൾ മനസ്സിലൂടെ വന്നു പോയിക്കൊണ്ടിരുന്നു. ലേക്ഷോർ ആശുപത്രിയിൽ ഈ ഒരവസ്ഥയിൽ ഞാൻ തിരിച്ചു പോകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? ദൈവതുല്യനായ ഒരു ഭിഷങ്കൊരനെ ഞാൻ എൻ്റെ ജീവൻ വിശ്വസിച്ചേൽപ്പിച്ചിരുന്നതിനാൽ എനിക്ക് മറ്റൊരു ചിന്ത ചികിത്സയുടെ നാളുകളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. 3 മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു രംഗത്തിൻ്റെ തനിയാവർത്തനം ഇന്നും ഉണ്ടാകുമല്ലോ എന്ന് ഭയപ്പാടോടെ ഓർത്തുകൊണ്ടാണ് ഞാൻ വല്യേട്ടൻ്റെ ചുമലിൽ താങ്ങി വീട്ടിൽ നിന്നിറങ്ങി കാറിൽ കയറിയിരുന്നത്. ഇന്ന് വീണ്ടും ബോൺ മാരോ ബയോപ്സിക്ക് വിധേയനാകണം. ആഴ്ചയിൽ 1 വീതം 8 ആഴ്ചയാണ് ഒരു കോഴ്സ് കീമോതെറാപ്പിയായി എൻ്റെ കാര്യത്തിൽ കണക്കാക്കിയിരുന്നത് എന്നാണ് ഗംഗാധരൻ ഡോക്ടർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകൾ എൻ്റെ ശരീരത്തിൽ ഏറെ രക്തത്തിൽ കൂടുകൂട്ടിയ വിഷസർപ്പങ്ങളുടെ പത്തി എത്ര കണ്ട് തല്ലിത്താഴ്ത്തിയിട്ടുണ്ടെന്ന് കൃത്യമായി അറിയണമെങ്കിൽ ബോൺ മാരോ ബയോപ്സി ചെയ്തേ തീരൂ. അതിൻ്റെ ഫലം വിലയിരുത്തിയതിന് ശേഷമായിരിക്കാം തുടർ ചികിത്സാവിധികളുടെ രീതി നിശ്ചയിക്കുന്നത്. ആരോഗ്യവും ശരീരബലവും തീരെ ശോഷിച്ചു പോയെങ്കിലും ജീവിതാസക്തിയുടെ കനലുകൾ നിറം കെട്ട് അണഞ്ഞു പോകാതെ ഊതി പെരുപ്പിച്ചുകൊണ്ടിരിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു.
എനിക്ക് വിശ്വസിക്കാനായില്ല. പൊള്ളാച്ചിയിൽ നിന്ന് നടൻ ശ്രീനിവാസൻ ഇപ്പോൾ വിളിച്ചു വെച്ചതേയുള്ളൂ. ഉടൻ പ്രദീപിനെ വിവരമറിയിക്കണം. പ്രദീപനെ വിളിക്കാനായി കിടക്കയിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. സാധിക്കുന്നില്ല. ഒരു വശം ചെരിഞ്ഞ് കൈകൾ കുത്തി വീണ്ടും ശ്രമിച്ചു. സാധിക്കുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സഹായിക്കണോ? ശബ്ദം കേട്ട് ഞെട്ടലോടെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലുമായി മുന്നിൽ മഞ്ജുഷ. സ്ഥലകാലബോധം തിരിച്ചു കിട്ടിയപ്പോൾ മനസ്സിൽ ഉറവ പൊട്ടിയ നിരാശ പുറത്തേക്കൊഴുകി. മുഖത്ത് പടരാതിരിക്കാൻ ഞാൻ പാടുപെട്ടു. ബെഡ്റൂമിലെ ചുമരിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞിരിക്കുന്നു. വേണ്ടെന്ന് വെച്ചാലും ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. വായിച്ചു കിടക്കവേ അറിയാതെ ഉച്ചമയക്കത്തിലേക്ക് വഴുതി വീണു പോകും. കുറച്ച് ദിവസങ്ങളായി 4 മണിക്ക് ചായയ്ക്ക് പകരം പാലാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇടനേരത്ത് ഒരു ഗ്ലാസ് പാലും ഒരു പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയും ഡയറ്റീഷ്യൻ നിർദ്ദേശിച്ച പ്രകാരം കഴിക്കാറുണ്ട്. ഭക്ഷണകാര്യത്തിൽ ചെറിയ പുരോഗതി ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. രാവിലെ ലഘുഭക്ഷണമായി 2 ഗോതമ്പ് ദോശ കഴിക്കാമെന്നായിരിക്കുന്നു. കഞ്ഞിയുടെയും ചോറിൻ്റെയും ഗന്ധം എന്നിൽ ഇപ്പോഴും മനം പുരട്ടലും ഓക്കാനവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഉച്ചഭക്ഷണം കാര്യമായൊന്നും കഴിക്കാൻ സാധിക്കാറില്ല. കരിക്കിൻ വെള്ളവും അതിൻ്റെ കാമ്പുമായിരിക്കും മിക്ക ദിവസങ്ങളിലും എൻ്റെ ഭക്ഷണം. വൈകുന്നേരങ്ങളിൽ 2 ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ 2 ചെറിയ കഷ്ണം കപ്പ പുഴുങ്ങിയതോ കഴിക്കും. എൻ്റെ നാവിലെ രസമുകുളങ്ങൾ ആദ്യമായി സമരസപ്പെട്ടു തുടങ്ങിയത് ഗോതമ്പും കപ്പയുമായിട്ടായിരുന്നു. ആരുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നു കയറാം. പ്രജ്ഞയറ്റ് ചിന്തയും ബുദ്ധിയും മരവിച്ചു പോകുന്ന ആ നിമിഷങ്ങളിൽ, ആ നാളുകളിൽ നമ്മെ നേർവഴിക്ക് കൈപ്പിടിച്ച് നടത്താൻ ഒരാളെങ്കിലും പ്രത്യക്ഷപ്പെടാതിരിക്കില്ല. ഒരാശ്വാസവാക്കായി, ഒരു സ്വാന്തനമായി, ഒരു ചെറു തലോടലായി അയാൾ നമുക്ക് മാറാതിരിക്കില്ല. ആരാധനാലയങ്ങളിൽ പോയി നമുക്ക് മനഃശാന്തിക്കായി പ്രാർത്ഥിക്കാം. വിഷമവൃത്തങ്ങളിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവങ്ങൾ നമുക്കിടയിൽ തന്നെയുണ്ട്. കഴിഞ്ഞുപോയ തീവ്രാനുഭവങ്ങളുടെ പീഡനകാലത്ത് ദൈവത്തെ ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഗംഗാധരൻ സാറിൻ്റെ രൂപത്തിൽ, ദൈവത്തിൻ്റെ മാലാഖമാരായ നഴ്സുമാരുടെ രൂപത്തിൽ, പ്രിയ സുഹൃത്ത് പ്രദീപൻ്റെ രൂപത്തിൽ, കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരുന്ന വല്യേട്ടൻ്റെ രൂപത്തിൽ, രക്തം പകർന്നു നൽകാൻ ആശുപത്രിയിലേക്ക് വന്ന പരിചിതരും അപരിചിതരുമായ സുമനസ്സുകളുടെ രൂപത്തിൽ, ആശുപത്രിയിൽ കൂട്ടുനിൽക്കാൻ മത്സരിച്ച് തയ്യാറായ സുഹൃത്തുക്കളുടെ രൂപത്തിൽ. ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതങ്ങളിൽ ഒന്നാണ്. തൻ്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ മറ്റൊരാൾക്ക് ആശ്വാസവും സഹായകവുമാകുന്ന രീതിയിൽ മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സഹവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഭൂമിയിൽ നാം ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ തുടങ്ങും. അപ്പോൾ സ്നേഹവും മനുഷ്യത്വവും ഭൂമിയിലെ കാണപ്പെട്ട ദൈവസങ്കല്പമായി മാറും.